ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോൾ നല്ല കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നൈസ് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പത്തിരി പൊടി വയ്ക്കില്ല, അത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാതും ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ ചെരുകിയതാണ്. ഇതും 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പ് അളവിൽ തന്നെ ചോറാണ്. അതുകൂടി നമുക്കിതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഈസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 6 ഏലക്കയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 6 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. 2 കപ്പ് വെള്ളം മാത്രമേ ഈ ഒരു അളവിന് ഒഴിച്ച് കൊടുക്കാവൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മളിത് അടിച്ചെടുത്ത സമയത്ത് 3/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തപ്പോഴാണ് കറക്റ്റ് മധുരമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനും ലൂസിൽ വേണം മാവിരിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു മീഡിയം ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. എങ്കിലേ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കരുത്. ഇതുപോലെ ഒരല്പം ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂറോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് ശരിക്കും 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ആ സമയത്ത് നിങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂറോളം വെക്കുകയാണ്. അങ്ങനെ കൂടുതൽ സമയം വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ എന്തായാലും വെച്ച് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരുപാട് സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമുക്കിനി വട്ടയപ്പം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 തവിയോളം മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന്. അതും വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.
ഈ ഒരു അളവിൽ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ 4 വട്ടയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്